വ്യക്തിയല്ലേ, നിസ്സാരനല്ലേ. ആമേ, എന്റെ കർത്താവിന്റെ കയ്യിലെ ഉള്ളം കയ്യിലെ മുത്താണ് നീ. ആമേ സ്തോത്രം, നീ എന്റെ കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. ആമേ സ്തോത്രം, നീ ആമേ ദൈവത്തിന്റെ കൃപയിൽ ആയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണ്. ആമേ സ്തോത്രം, നീ ഒരു മാണിക്യമാണ്. സ്തോത്രം. അതിനാൽ നീ മനസ്സിലാക്കുക, നിന്റെ മരണത്തിന്റെ സമയത്ത് ആമേ നീ ഒറ്റയ്ക്കല്ല. ആമേ, ദൈവത്തിന്റെ ദൂതന്മാർ അവർ കടന്നു വരും. നീ ഒറ്റയ്ക്കല്ലേ, ഒറ്റയ്ക്കല്ലേ, നീ ഒറ്റയ്ക്കല്ലേ. ആമേ, നീ മുത്താണ്. ആമേ സ്തോത്രം, നീ പവിഴമാണ്, നീ മാണിക്യമാണ്, കണ്ണിലെ കൃഷ്ണമണിയാണ്. അതിനാൽ സ്തോത്രം, നിന്റെ മരണസമയം എന്റെ കർത്താവിനെ നന്നായിട്ട് അറിയാം. ആമേ സ്തോത്രം, നിന്നെ ആമേ സേവിക്കുന്ന സേവകാത്മാക്കൾ ആമേ നിന്റെ അടുക്കൽ നേരം ഉണ്ടാകും. ആമേ, തന്നെ ഭയപ്പെടരുത്. ആമേ, നീ ഭ്രമിച്ചു നോക്കരുത്, അധൈര്യപ്പെടരുത്. ദീകം മണ്ണോടു ചേർന്നിടും ദൈവസന്നിധിയിൽ ദേഹി ചൊല്ലും. ആത്മാവ് പർദീസയിൽ വിശ്രമിക്കും. യേശുവിനെ നീ സ്വീകരിച്ചിരുന്ന സോദരാ, ഭൂമി നിന്റെ സ്വന്തമല്ലല്ലോ. സോദരി, ഭൂമിയിൽ നിന്റെ ബന്ധുവാരുള്ളൂ. സോദരാ, ഭൂമി നിന്റെ സ്വന്തമല്ലല്ലോ. സോദരി, ഭൂമിയിൽ നിന്റെ ബന്ധുവാരുള്ളൂ. അമ്മ നിന്നെ മറന്നാലും മറക്കുകയില്ല ഞാൻ. അമ്മ നിന്നെ മറന്നാലും മറക്കുകയില്ല ഞാൻ. എന്നുരച്ച യേശു നിന്റെ കൂടെയുണ്ട്. എന്നുരച്ച യേശു നിന്റെ കൂടെയുണ്ട്. സോദരാ, ഭൂമി നിന്റെ സ്വന്തമല്ലല്ലോ. സോദരി, ഭൂമിയിൽ നിന്റെ ബന്ധുവാരുള്ളൂ. ദേഹം മണ്ണോടു ചേർന്നിടും ദൈവസന്നിധിയിൽ ദേഹി ചൊല്ലും. ദേഹം മണ്ണോടു ചേർന്നിടും ദൈവസന്നിധിയിൽ ദേഹി ചൊല്ലും. ആത്മാവ് പർദീസയിൽ വിശ്രമിക്കും. യേശുവിനെ നീ സ്വീകരിച്ചു. യേശുവിനെ സ്വീകരിച്ചിരുന്നാൽ ആത്മാവ് പർദീസയിൽ വിശ്രമിക്കും. യേശുവിനെ നീ സ്വീകരിച്ചിരുന്ന സോദരാ, ഭൂമി നിന്റെ സ്വന്തമല്ലല്ലോ. സോദരി, ഭൂമിയിൽ നിന്റെ ബന്ധുവാരുള്ളൂ. വാസ്തവമല്ലേ സ്തോത്രം. നമ്മൾ പോകുമ്പോൾ സ്തോത്രം, ബന്ധുക്കളോ ചാർച്ചക്കാരോ ഉറ്റവരോ ഉടയവരോ അപ്പനോ അമ്മയോ ആമേ മക്കളോ ആരും തന്നെ വരത്തില്ല. ആമേ സ്തോത്രം, ദേഹം മണ്ണോട് ചേരും. ആമേ സ്തോത്രം, ദേഹം ആമേ ദൈവത്തിൽ ചെന്നെത്തും. ആത്മാവ് പർദീസയിൽ വിശ്രമിക്കും. ആമേ സ്തോത്രം, നോക്കുക. ആമേ, ഈ പക്ഷിക്ക് ആമേ സ്തോത്രം ഒരു മോഹമുണ്ട്. ആമേ സ്തോത്രം, ഈ കൂട് വേണ്ട, ഇനി മറ്റൊരു കൂട്ടിലേക്ക് എനിക്ക് വാസം ചെയ്യണം. അതുകൊണ്ട് സ്തോത്രം, ഞാനൊരു പുതിയ കൂട് നിർമ്മിക്കുവാനായി പോവുകയാണ്. ആമേ സ്തോത്രം, ആ കിളി, ആ പക്ഷി മറ്റൊരു കൂട് നിർമ്മിക്കുവാനായി തുടങ്ങും. ആമേ സ്തോത്രം, ആ കിളികളെല്ലാവരും ചേർന്ന് അതിന്റെ കുഞ്ഞുങ്ങളുമായി സ്തോത്രം മറ്റൊരു കൂട്ടിലേക്ക് താമസമാകും. ഇതേ ക്രമത്തിൽ ആ സഹോദരി, ആമേ അതേ സഹോദര, തലയ്ക്ക് പെരുപ്പ് വേണ്ട, ആമേ കാലിന് പെരുപ്പ് വേണ്ട, മരണമെന്ന് പറയുമ്പോൾ ഭീതി വേണ്ട. അതേ ഒരു കൂട്ടിൽ നിന്ന് മറ്റൊരു കൂട്ടിലേക്ക് ആമേ കിളികൾ മാറി താമസിക്കുന്നത് പോലെ ആമേ നമ്മൾ പറന്നു പോയി മറ്റൊരു കൂട്ടിലേക്ക് വിശ്രമ സംഗതത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇതത്രേ സ്തോത്രം, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്, വിലപ്പെട്ടതാണ്. സ്തോത്രം, മറന്നു പോകരുത്, വിലപ്പെട്ടതാണ്. സ്തോത്രം, കർത്താവ് നമ്മെ കാത്തു നിൽക്കുക. സ്തോത്രം, കർത്താവ് നമ്മെ സ്തോത്രം കാത്തു നിൽക്കുക. ദൂതന്മാർ നമ്മെ കാത്തു നിൽക്കുക കൊണ്ടുപോകുവാനായി. ആമേ, ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം, ഇന്ന് രാത്രി ഞാൻ മരിച്ചു പോയാൽ, ഇന്ന് രാത്രി ഞാൻ വേർപെട്ടാൽ എനിക്ക് സന്തോഷമാണുള്ളത്, ഞാൻ നിത്യത്തിൽ എത്തിച്ചേരും എന്ന് എത്ര പേർക്ക് പറയുവാനായി കഴിയും? ദൂതന്മാർ നമ്മെ കാത്തു നിൽക്കുക. സ്തോത്രം, നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വീരന്മാർ, നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വീരന്മാർ, ചേർത്ത് പാടുക.
ഹല്ലേലൂയ പാടി. Praise the Lord. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ദൂതർ സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി വീണുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലി നഗരമതിൽ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലി നഗരമതിൽ. ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടി. Praise the Lord. പരനോടു കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടി വാഴുമേ. ദൂതർ സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ 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 എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. Thank you, Master. Thank you, Lord. ആമേൻ. സ്തോത്രം. എത്ര പേർ പറന്നു വരും ഇന്ന് രാത്രി കർത്താവ് വന്നാൽ? എത്ര പേർ പറന്നു വരും? ആമേ. സഹോദരന്മാരുടെ കരങ്ങൾ കാണട്ടെ. എത്ര പേര് പറന്നു വരും? ആമേ. കർത്താവ് പറഞ്ഞാൽ മുൻപത്തെ ഓർക്കയില്ലേ, പണ്ടത്തെ നിരൂപിക്കുകയുമില്ല. യേശുവിന്റെ രക്തം സകല പാപങ്ങളെ ശുദ്ധീകരിക്കുന്നത്. ഇന്ന് രാത്രികാലം ആർക്കെങ്കിലും ആമേ ഇതാ ട്രെയിൻ തിരിക്കാറായി, ആമേ ഈ ട്രെയിനിൽ കയറി പോകണമെങ്കിൽ, ഈ സ്വർഗീയ തീവണ്ടിയിൽ കയറി പോകണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഈ നിമിഷം, ഈ സെക്കൻഡിൽ നീ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് പറ, ഇന്നലെ വരെ, ഈ നിമിഷം വരെ, ആമേ കഴിഞ്ഞ സെക്കൻഡ് വരെ ചെയ്ത പാപങ്ങളെ ക്ഷമിക്കണമേ. യേശുവേ രക്തത്താൽ എന്റെ സകല പാപത്തെയും ആമേ കഴുകി ശുദ്ധീകരിക്കണമേ. എനിക്കും അങ്ങേക്ക് അടുക്കൽ വരണം, എനിക്കും ആ സ്വർഗം വേണമെന്ന് ഈ നിമിഷം നീ പറഞ്ഞാൽ, ഇനി ഞാൻ ആ പാപത്തെ ചെയ്യത്തില്ല, നിന്റെ രക്തത്താൽ കഴുകണമെന്ന് ഈ നിമിഷം പറഞ്ഞാൽ, ഈ സെക്കൻഡിൽ, ഈ നിമിഷം യേശുവിന്റെ രക്തത്താൽ നിന്നെ ശുദ്ധീകരിക്കും. കർത്താവിന്റെ ജീവന്റെ പുസ്തകത്തിന്റെ പേരെഴുതും. ഈ സെക്കൻഡ് നിന്നെ കർത്താവ് സ്തോത്രം തന്റെ ഓമന മകനാക്കി, ഓമന മകളാക്കി കർത്താവ് മാറ്റും. ആ മേസ്തോത്രം ഇവിടെ നിന്ന് ഒരു ട്രെയിൻ ഇന്ന് രാത്രി തിരിക്കുന്നുണ്ട്. ആ മേസ്തോത്ര ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് എത്ര പേരുണ്ട്? ആ ട്രെയിനായി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേർ സ്തോത്രം ബുക്ക് ചെയ്തിട്ടുണ്ട്? ആ മേത്ര വിസ, ആ NOC, ആ പാസ്പോർട്ട് എത്ര പേരെടുത്തിട്ടുണ്ട്? ആയവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആ മേസ്തോത്ര തീവണ്ടി, ആ മേത്ര സ്വർഗീയ വണ്ടി ഈ ഭാഗത്ത് തിരിക്കപ്പെടുവാൻ പോകുക. സ്വർഗീയ തീവണ്ടി, വേഗം പോകും വണ്ടി, സുന്ദരമാമ്പൊരു നല്ലൊരു ദേശം അങ്ങനെ വേഗം വണ്ടി, സ്വർഗീയ തീവണ്ടി. രക്ഷയെന്നൊരു ടിക്കറ്റ് അല്ലാതെ യാത്രയില്ല, കിട്ടിയ ടിക്കറ്റ് നഷ്ടപ്പെട്ട നിനക്ക് വേറെയില്ല. രക്ഷയെന്നൊരു ടിക്കറ്റ് അല്ലാതെ യാത്രയില്ല,
കിട്ടിയ ടിക്കറ്റ് നഷ്ടപ്പെട്ട വിലക്ക് വേറെയില്ല. എഞ്ചിൻ ഡ്രൈവർ യേശു, എഞ്ചിൻ ഡ്രൈവർ യേശുവാ. എഞ്ചിൻ ഡ്രൈവർ യേശു, കൈക്കൂലിക്ക് ആളുമില്ല, സുഖമല്ലോ സ്വർഗീയ തീവണ്ടി, വേഗം പോകും വണ്ടി, സുന്ദരമാകും നല്ലൊരു ദേശം അങ്ങനെ വേഗം വണ്ടി, സ്വർഗീയ തീവണ്ടി. ടിക്കറ്റ് എവിടെ കിട്ടുമെന്ന് നീയും അന്വേഷിച്ച, കാൽവരിയൊന്നൊരു ബുക്കിംഗ് ഓഫീസ് ഗോഗോഥായിലുണ്ട്. ടിക്കറ്റ് എവിടെ കിട്ടുമെന്ന് നീയും അന്വേഷിച്ച, കാൽവരിയൊന്നൊരു ബുക്കിംഗ് ഓഫീസ് ഗോഗോഥായിലുണ്ട്. ഏജന്റ് ആരുമില്ല, യേശു മാത്രമുണ്ട്. ഏജന്റ് ആരുമില്ല, യേശു മാത്രമുണ്ട്. സ്വർഗീയ തീവണ്ടി, വേഗം പോകും വണ്ടി, സുന്ദരമാകും നല്ലൊരു ദേശം അങ്ങനെ വേഗം വണ്ടി, സ്വർഗീയ തീവണ്ടി. സ്റ്റേഷൻ താണ്ടി നൊടിയിടയിൽ നാം പോകും, ബലവാന്മാരാം ദൂതർക്കാവൻ ഭോഗിയിലാകെയുണ്ട്. വാനമണ്ഡല സ്റ്റേഷൻ താണ്ടി നൊടിയിടയിൽ നാം പോകും, ബലവാന്മാരാം ദൂതർക്കാവൻ ഭോഗിയിലാകെയുണ്ട്. ആ കൊള്ളക്കാരുമില്ല, പോക്കറ്റടിയുമില്ല, കൊള്ളക്കാരുമില്ല. പുത്തൻ സ്റ്റേഷൻ അങ്ങനെ നീ കാണാൻ വരുന്നില്ലേ. സ്വർഗീയ തീവണ്ടി, വേഗം പോകും വണ്ടി, സുന്ദരമാകും നല്ലൊരു ദേശം അങ്ങനെ വേഗം വണ്ടി, സ്വർഗീയ തീവണ്ടി. മധ്യാകാശ സ്റ്റേഷൻ തന്നെ സൈറൻ നീട്ടി വിളിക്കൂ, മണ്ണിൽ നിന്ന് തന്റെ വിശുദ്ധൻ മന്നനെ എതിരിപ്പാനാ. മധ്യാകാശ സ്റ്റേഷൻ തന്നെ സൈറൻ നീട്ടി വിളിക്കൂ, മണ്ണിൽ നിന്ന് തന്റെ വിശുദ്ധൻ മന്നനെ എതിരിപ്പാനാ. കാലമേറെയില്ല, പ്രഭാതമാഗതമായി, കാലമേറെയില്ല, പ്രഭാതമാഗതമായി. വീണ്ടെടുപ്പിൻ ടിക്കറ്റ് ഇപ്പോൾ നേടിക്കൊള്ളുക. സ്വർഗീയ തീവണ്ടി, വേഗം പോകും വണ്ടി, സുന്ദരമാകും നല്ലൊരു ദേശം അങ്ങനെ വേഗം വണ്ടി, സ്വർഗീയ തീവണ്ടി, വേഗം പോകും വണ്ടി, സുന്ദരമാകും നല്ലൊരു ദേശം അങ്ങനെ വേഗം വണ്ടി, സ്വർഗീയ തീവണ്ടി. വാനമണ്ഡലം സ്റ്റേഷൻ താണ്ടി കടന്നു പോകുമ്പോൾ ബലവാന്മാരായ ദൂതർ ആമേസ്തോത്ര ഭോഗിയിലാകെ ഉണ്ടാകുമ്പോൾ പരിശുദ്ധനായ ദൈവത്തിന് ആമേത്ര എതിരേൽപ്പാനായി ആമേ സ്വർഗീയ വണ്ടിയിൽ കയറിക്കൊള്ളുക. സ്തോത്രം. ആമേ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്, വിലപ്പെട്ടത്, വിലപ്പെട്ടത്, വിലപ്പെട്ടത്. ഭക്തന്മാർ കഴിഞ്ഞു പോകുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. അനർത്ഥത്തിന് മുമ്പേ ഭക്തകൾ കഴിഞ്ഞു പോകുന്നു. ഞാൻ ഉറപ്പായി വിശ്വസിക്കുക, ദൈവത്തിന്റെ ദാസിമാരെ, ദൈവത്തിന്റെ ദാസന്മാരെ, നിന്നെ അനർത്ഥത്തിന് ദൈവം വിട്ടുകൊടുക്കത്തില്ല. അനർത്ഥ കാലത്ത് നീ ഓണ്ടിയെങ്കിൽ നീക്കുപോക്കും പരിശുദ്ധാത്മാവ് നിനക്ക് കൽപ്പിക്കും, ഉറപ്പാണ്. ഇല്ലെങ്കിൽ കർത്താവ് അനർത്ഥത്തിന് മുമ്പേ ദൈവം നിന്നെ സ്തോത്രം എത്തിക്കേണ്ടത് എടുത്ത് കർത്താവ് നിന്നെ എത്തിക്കും. നിശ്ചയമാണ് സ്തോത്രം. കർത്താവിന് നിന്റെ മരണം വിലപ്പെട്ടതാണ്, വേർപാട് വിലപ്പെട്ടതാണ്. നീ ചെറുതെന്ന് ചിന്തിക്കരുത്, അത് നിസ്സാരമെന്ന് ചിന്തിക്കരുത്, അത് വിലപ്പെട്ടത് തന്നെയാണ്. സ്തോത്രം. ആമേ രണ്ടാമതായി വായിക്കാം. സ്തോത്രം. എബ്രായർക്ക് ലേഖനം ആമേ 11:10 വാക്യം വായിക്കാം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ആരാ കാത്തിരുന്നത്? അബ്രഹാം. ആമേ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ആമേ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി ആമേ സ്തോത്രം കാത്തിരിക്കുന്നു. ആമേ പുതിയ ഒരു ഗൃഹപ്രവേശനമെന്ന് അവിടെ നമുക്ക് കാണുവാനായി കഴിയും. ആമേ നോക്കുക, ആമേ അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്, അവൻ ബഹു സമ്പന്നനാണ്. പക്ഷേ ഈ ഭാഗത്തോ അവൻ ആമേ സ്തോത്രം ഒരു പുതിയ യെരൂശലേമിനായി കാത്തിരുന്നു. ആമേ സ്തോത്രം. ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം. ആമേ അതാ പുത്തൻ യെരൂശലേം നഗരം എന്ന് പറയുന്നത്. പുത്തൻ യെരൂശലേം നഗരം ശുദ്ധിമാന്മാർക്ക് ഒരുക്കിയിടുന്നു. പുത്തൻ യെരൂശലേം നഗരം ശുദ്ധിമാന്മാർക്ക് ഒരുക്കിയിടുന്നു. ശുദ്ധജല പളുങ്കു നദി തീരമതിൽ അണഞ്ഞിടുന്ന ശുദ്ധജല പളുങ്കു നദി
ചേർന്ന് പാടുക. എന്റെ പ്രിയൻ കൂടെ വാഴുമ്പോ എന്തു സന്തോഷം, എന്തോരാനന്ദം. എന്റെ പ്രിയൻ കൂടെ വാഴുമ്പോ രാത്രിയൊന്നും അവിടെയില്ല, കുഞ്ഞാടതിൽ വിളക്കായിടുന്നു. രാത്രിയൊന്നും അവിടെയില്ല, എത്ര സന്തോഷമാണ്, ഉല്ലാസമാണ്. പ്രകാശിക്കും കർത്തന്റെ മേൽ രാജാക്കന്മാരായി വാഴും. പ്രകാശിക്കും കർത്തന്റെ മേൽ ദുഃഖങ്ങൾ മാറിപ്പോകും, ആമേൻ. നിരാശകൾ മാറിപ്പോകും, ആമേൻ. കഷ്ടങ്ങൾ മാറിപ്പോകും, ദുരിതങ്ങൾ മാറിപ്പോകും, വേദനകൾ മാറിപ്പോകും, ആമേൻ. സന്തോഷത്തിന്റെ ദിവസം ദൈവം നിനക്ക് തരും. എന്റെ പ്രിയൻ കൂടെ വാഴുമ്പോ എന്തു സന്തോഷം, എന്തോരാനന്ദം. എന്റെ പ്രിയൻ കൂടെ വാഴുമ്പോ ദുഃഖങ്ങൾ അന്നു മാറിടും, എന്റെ കഷ്ടങ്ങൾ അന്നു തീർന്നിടും. ഓ, എന്റെ ദുഃഖങ്ങൾ അന്നു മാറിടും, എന്റെ കഷ്ടങ്ങൾ അന്നു തീർന്നിടും. എന്തു സന്തോഷം, എന്തോരാനന്ദം. എന്റെ പ്രിയൻ കൂടെ വാഴുമ്പോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ, ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി, ആമേ സ്തോത്രം, വാനാദി ആമേ ഗോളങ്ങൾക്ക് അപ്പുറം, ആമേ ഈ ലോകം കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയിൽ ആമേ സ്തോത്രം, ആമേ കോടാനുകോടി യുഗങ്ങൾ ഓടിയാലും, ആമേ വേഗത്തിൽ സഞ്ചരിച്ചാലും, ആമേ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതായ ആ പുത്തൻ യെരൂശലേമിൽ എത്തുവാനായിട്ട് കഴിയത്തില്ല എന്നാണ്. ഈ ലോക മനുഷ്യന്, ആമേ ഈ ലോകത്തെ ശാസ്ത്രജ്ഞന് അവിടെ ഓടിയെത്തുവാൻ കഴിയാതിരിക്കുമ്പോ, ആമേ പുത്തൻ യെരൂശലേം നഗരത്തിലേക്ക് ഈ ലോകത്തിലെ വാസം തീർന്ന ഉടനെ, ആമേ ദേഹം മണ്ണോട് ചേരുമ്പോൾ, ആമേ സ്തോത്രം, ഓടിയവൻ പറന്നെത്തുന്നുണ്ട്. അവൻ ആമേ പുത്തൻ യെരൂശലേം നഗരത്തിൽ ആ വിശ്രമ സംഗീതത്തെ അവൻ എത്തിച്ചേർന്നു. ആമേ, ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ഒരു അലക്കുകാരന് വെളിപ്പിക്കാൻ കഴിയാതെ വണ്ണം അത്രമാത്രം സ്തോത്രം വെളിച്ചമേറിയ അതിഭയങ്കരമേറിയ ശോഭയേറിയ നാട്, ഇൻപമേറിയ നാട്, ആമേ സ്വർഗീയ സൗഭാഗ്യമുള്ള നാട്, നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം നമുക്കേശു ഒരുക്കും ഒരു ശാശ്വത ഭവനം. നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം നമുക്കേശു ഒരുക്കും ഒരു ശാശ്വത ഭവനം. അന്നു നമ്മൾ പാടും, അന്നു നമ്മൾ പാടും സ്വർഗീയ സംഗീതം, സ്വർഗീയ സംഗീതം. അന്നു നമ്മൾ കേൾക്കും, അന്നു നമ്മൾ കേൾക്കും ഹല്ലേലൂയ ഗീതം, ഹല്ലേലൂയ ഗീതം. അന്നു നമ്മൾ പാടും, അന്നു നമ്മൾ പാടും സന്തോഷത്തിൻ ഗീതം, സന്തോഷത്തിൻ ഗീതം. അന്നു നമ്മൾ കാണും, അന്നു നമ്മൾ കാണും സ്വർഗീയ സൗഭാഗ്യം, സ്വർഗീയ സൗഭാഗ്യം. നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം നമുക്കേശു ഒരുക്കും ഒരു ശാശ്വത ഭവനം. നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം നമുക്കേശു ഒരുക്കും ഒരു ശാശ്വത ഭവനം. കഷ്ടതയുമില്ല, കണ്ണുനീരവില്ല, രോഗമവിടില്ല, ദുഃഖമവിടില്ല. കഷ്ടതയുമില്ല, കണ്ണുനീരവില്ല, രോഗമവിടില്ല, ദുഃഖമവിടില്ല. നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഒരു പുതിയ ഭവനത്തെക്കുറിച്ച്, ഒരു പുതിയ ഗൃഹപ്രവേശനത്തെക്കുറിച്ച്, ആമേ സ്തോത്രം. എൻ്റെ പിതാവിനെ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക
അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇങ്ങനെ പറയുവാൻ ഈ ലോകത്തിൽ ഒരൊറ്റ നേതാവിന്, ഒരൊറ്റ പ്രഭുവിന്, ഒരൊറ്റ അവതാരങ്ങൾക്ക് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് പറയുവാൻ, നിങ്ങൾക്കായ ഒരു ഭവന സ്വർഗത്തിലുണ്ടെന്ന് പറയുവാൻ ഈ ലോകത്തിൽ ഒരൊറ്റ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല. അതെന്റെ കർത്താവിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ലോകത്തിൽ ആദ്യമായി അവസാനമായി തുറക്കപ്പെട്ട ഒരേ ഒരു കല്ലറ് അത് കർത്താവിന്റെ കല്ലറയാണ്. അവൻ മരിച്ചവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ്. ആ കർത്താവിന് മാത്രമേ എനിക്കും നിനക്കും മരണത്തിന് ശേഷം ഒരു സായുജ്യം, ഒരു മോക്ഷപ്രാപ്തി, ഒരു നിത്യത, ഒരു നിത്യ ജീവൻ, ഈ മർത്യ ശരീരം, ഈ മരിച്ച ശരീരത്തെ ജീവനുള്ളതാക്കി മാറ്റുവാൻ എന്റെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. എന്റെ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ നിശ്ചയമായി പുത്തൻ യെരൂശലേം നഗരം നമുക്കായി കർത്താവ് തരും. അത് അന്യനല്ല, നാം അത് പ്രാപിക്കും, നാം അത് അനുഭവിക്കും. നാം അവിടെ പറഞ്ഞു ഈ ഒരു മരണസമയത്ത് നിന്റെ കൂടെ മറ്റാരും കാണത്തില്ലേ. സമ്പത്തിന്റെ അനുസരിച്ച് നല്ല പെട്ടി കൊണ്ടുവന്ന് നന്നായി കുളിപ്പിച്ചൊരിക്കതിനകത്ത് കിടത്തി നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കുറെ പേരിന്ന് കരഞ്ഞ് മെഴുകുതിരി കത്തിച്ചു വാസന ദ്രവ്യങ്ങൾ ഇട്ട് കുറച്ച് സമയം മാത്രം. അതിനുശേഷം നീ ആരായാലും, എത്ര ഉന്നതനായ എത്ര ധനാഢ്യനായാലും ഇവിടുന്ന് പോയേ മതിയാകത്തുള്ളൂ, പോയേ പറ്റത്തുള്ളൂ. വരുന്നില്ല വരുന്നില്ല എന്നു കരഞ്ഞു പറഞ്ഞാലും പോയേ മതിയാകും, പോയേ മതിയാകും, ഭൂവിട്ടു നാമേ വരും, ഈ ഭൂവിട്ടു നാമേ വരും. വരുന്നില്ല വരുന്നില്ല എന്നു കരഞ്ഞു പറഞ്ഞാലും പോയേ മതിയാകും, പോയേ മതിയാകും, ഭൂവിട്ടു നാമേ വരും, ഈ ഭൂവിട്ടു നാമേ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോകൂല, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ മരണം കൊണ്ടുപോകേണ്ട സമയത്ത് കൊണ്ടുപോകുക തന്നെ ചെയ്യും. നോക്കുക അതിശേഷം വീട്ടിലുള്ളവർ എത്ര സ്നേഹമുള്ളവർ അമ്മയായാലും, എത്ര സ്നേഹമുള്ള പപ്പയായാലും, എത്ര സ്നേഹമുള്ള ആരായാലും ഭർത്താവായാലും ഭാര്യയായാലും സമയം കഴിയുമ്പോൾ നാറ്റമാണ്. കൊട്ടാരം വീടുണ്ടാക്കിയിട്ടിരുന്നാലും അതിൻ്റെ ഒരു റൂമിൽ നിങ്ങളെ ആരെയും വെച്ചിരിക്കയില്ല. സമയത്തിന് കൊണ്ടുപോയി മറവ് ചെയ്യും. മരണത്തെ അഭിമുഖീകരിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ആ സമയത്ത് നിങ്ങളെ രക്ഷിപ്പാൻ, സംരക്ഷിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. അപ്പോൾ എന്ന ഹോസ്പിറ്റലിൽ ഒരുവൻ മരിക്കുവാൻ കിടക്കുമ്പോൾ പകൽക്കാലത്ത് അവനെ വിളിക്കുകയാണ്. അയ്യോ ഭീകര സത്വങ്ങളെ ഞാൻ കാണുകയാണ്, എനിക്ക് പേടിയാകുന്നുണ്ട്, ലൈറ്റ് ഇടുന്നു. പക്ഷേ അന്ന് പകലായിരുന്നു. എന്താ സംഭവിച്ചത്? പൈശാചിക ശക്തികൾ അവനെ കൊണ്ടുപോകാൻ വന്നതാണ്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, രക്തത്താൽ കുളിച്ചു കയറിയ ദൈവത്തിന്റെ ഭക്തയെ, ദൈവത്തിന്റെ ഭക്തനെ, ഇന്ന് രാത്രി ദൂതുണ്ട്. നിന്നെ കൊണ്ടുപോകാൻ വരുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാ, ദൈവത്തിന്റെ ദൂതന്മാരാ. എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു, എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു. വീണ്ടും പോകെ യാത്ര ഇഷ്ടമായി, വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. നിരം
യേശുവേ നിനക്കു സ്തോത്രം. ദൈവജനത്തിനായി സ്തോത്രം. നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. പ്രത്യാശയുള്ളവർക്കായി സ്തോത്രം. കാണും ഞാൻ രാവിലെ ഞാൻ ഉണരുമ്പോ ഭാഗ്യമുള്ള